ചേമ്പ് കൊണ്ടൊരു മോര് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ചേമ്പ് പറിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ചേമ്പ് പറിച്ചെടുക്കുകയും ചെയ്യാം. അതിനെപ്പറ്റി ചേമ്പിൻ്റെ രീതികളെ പറ്റിയും ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ചേമ്പ് കൃഷിയായിട്ട് വെച്ചിരിക്കുന്നതാണ്. ചേമ്പ് നടുമ്പോൾ നനയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വയ്ക്കാവുന്നതാണ്. നനയ്ക്കാൻ സൗകര്യമില്ലെങ്കിൽ മെയ് ജൂണിൽ വയ്ക്കുന്നതാണ് നല്ലത്. വെള്ളം നിൽക്കാത്ത നീർവാർച്ചയുള്ള മണ്ണാണ് എപ്പോഴും ചേമ്പ് വയ്ക്കുമ്പോൾ നല്ലത്. ഇപ്പോൾ നമ്മൾ ചേമ്പിൻ്റെ തണ്ടുകളൊക്കെ വെട്ടി അത് പറിക്കാനായിട്ടാണ് പോകുന്നത്. ചില ചേമ്പിൻ്റെ അടിയിലൊക്കെ നന്നായിട്ടുണ്ടാവും, ചിലതിൻ്റെ അടിയിൽ ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. ഇതിപ്പോൾ അധികം പറിക്കാൻ സമയമായിട്ടില്ല, എങ്കിലും നമ്മൾ ഒരെണ്ണം ഇപ്പോൾ പറിക്കുന്നതാണ്. അതുപോലെ തന്നെ പലതരം ചേമ്പുകളുണ്ട്. കറുത്ത കണ്ണൻ, വെളുത്ത കണ്ണൻ, കറുത്ത ചേമ്പ്, കണ്ണൻ ചേമ്പ്, വെളുത്ത ചേമ്പ് എന്നിങ്ങനെ പലതരം ചേമ്പുകൾ വെറൈറ്റികൾ ഇനിയും ഉണ്ട്. പിന്നെ 2 പുതിയതായിട്ട് വികസിപ്പിച്ചെടുത്താണ് ശ്രീലക്ഷ്മിയും ശ്രീപല്ലവി. കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ലതാണ്. വീടുകളിൽ അത്യാവശ്യം വയ്ക്കുകയാണെങ്കിൽ ഒരു 3-4 ചേമ്പും കട വെച്ചാൽ മതിയാവും. ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. ചേമ്പ് നമുക്ക് പലതിനായിട്ട് ഉപയോഗിക്കാം. ചിപ്സ് ഉണ്ടാക്കാം, മോര് കറി വയ്ക്കാം. അതുപോലെ തന്നെ ചേമ്പ് കൊളസ്ട്രോളിന് നല്ലതാണ്. ഇല്ലാത്തവർക്ക് തടി വയ്ക്കാനായിട്ട് നല്ലതാണ്. ചേമ്പിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലായതുകൊണ്ട് തടി വയ്ക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ വിറ്റാമിൻ സി കൂടുതലുള്ളതുകൊണ്ട് താരനെയും മുടി കൊഴിച്ചിലിനെയും കുറയ്ക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കഴിച്ചു നോക്കുന്നത് നല്ലതാണ് മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ. ചേമ്പിന് വലിയ രോഗങ്ങളൊന്നും വരാറില്ല. വന്നു കഴിഞ്ഞാൽ അതിന് കുറച്ച് ബോഡോ മിശ്രിതം അടിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ നമുക്ക് മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് കൂടുതൽ തിരഞ്ഞ് എടുക്കണം ഈ ചേമ്പ്. അപ്പോൾ നമ്മുടെ ചേമ്പൊക്കെ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത്. ഇതുപോലെ പറിച്ചെടുത്ത ചേമ്പുകളൊന്നും നമ്മൾ കളയരുത്. ഇതിൻ്റെ തള്ളക്കടകളൊന്നും അതങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വളവും കരിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 7 മാസം കഴിയുമ്പോൾ അതുമൊന്നും രണ്ടാമതും പറിച്ചെടുക്കുന്നതുമാണ്. ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ചേമ്പാണ്. ഈ ചേമ്പും വിത്തായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ആണ്. അതെങ്ങനെയാണ് നടുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ കുഴിയെടുത്ത്, അധികം വലുപ്പമൊന്നും വേണ്ട, ചെറിയ കുഴിയെടുത്ത് അതിലേക്ക് ചേമ്പും വിത്തിട്ട് കുറച്ച് ചാരവും കരിയിലൊക്കെ ഇട്ട് മൂടാവുന്നതാണ്. ഇങ്ങനെ മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മുളച്ച് തൈ വന്നു കഴിയുമ്പോൾ അതിലേക്കും കുറച്ച് ചാണകവും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അധികവും ചാരം തന്നെയാണ് ഉപയോഗിക്കുക. പിന്നെ കരിയില ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് കൂട്ടി കൊടുക്കണം. മണ്ണ് കൂട്ടി കൊടുക്കുന്നതോറും നമുക്ക് ചേമ്പ് കൂടുതലായിട്ട് കിട്ടും. ഇനി അടുത്ത കൃഷിയുമായി അടുത്ത ദിവസം